അപ്പോൾ അമ്മ വരികയാണെന്ന് അമ്മ മാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരികയാണ്. തന്നെയാണ് വരുന്നത് കേട്ടോ. തന്നെ വരുന്നത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. റിസർവേഷൻ തന്നെയായിരുന്നു. പിന്നെ ബാംഗ്ലൂർ പൊതുവേ നല്ല തണുപ്പായതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്തതാണെങ്കിൽ പോലും വൈകിട്ടാട്ടോ പോസ്റ്റ് ഇടുന്നത്. പക്ഷേ ഇപ്പോഴൊന്നുമല്ല, ഇത് സംഭവിച്ചത് ഡിസംബറിലത്തെ വീഡിയോ കേട്ടോ. സോ ഞങ്ങളപ്പം എന്താ പറയുക, അവധിക്ക് പോയത് സ്റ്റേ ചെയ്തത് എൻ്റെ വീട്ടിലായിരുന്നു, ബാംഗ്ലൂർ. സോ അമ്മ അങ്ങോട്ടായിരുന്നു വന്നത്. ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായില്ല. അപ്പോൾ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടുള്ള അമ്മ നേരത്തെ വന്നു. ആക്ച്വലി ട്രെയിൻ വരുന്ന ടൈം 5:40 AM ആയിരുന്നു. ഞങ്ങൾ പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ഊബറെല്ലാം വിളിച്ചെത്തിയപ്പോഴത്തേക്കും ഒരു 6:15 ആയി. ഒരു 30 minutes ആയി അമ്മ അവിടെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ വീട്ടിലിരുന്ന ഡ്രസ്സിലിൻ്റെ മേലെ കൂടി ഒരു ജാക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് അമ്മേനെ തേഞ്ഞ് നടക്കും. അമ്മ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ആംബുലൻസ് കാണുന്നുണ്ട്. ആ ആംബുലൻസ് അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടേ. അപ്പം ആ ആംബുലൻസ് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ പോയി കണ്ടുപിടിച്ചു. ഒരു ആംബുലൻസൊക്കെ കാണുന്നത് പറഞ്ഞു. പക്ഷെ അമ്മ അവിടെ നിന്നില്ല. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലമാണെന്ന് വേറെ എവിടെയോ ആണ് നിൽക്കുന്നത് മനസ്സിലായി. കാരണം കുറേ ദൂരെ നിന്നായിരുന്നല്ലോ നമുക്കൊരു ആംബുലൻസ് പോയിൻ്റ് ചെയ്യാമല്ലോ. പിന്നെ രമ്യൻ്റെ അടുത്ത് തോന്നുന്നു ചിലപ്പം ടിക്കറ്റ് ബുക്കിംഗ് ഏരിയയിലായിരിക്കും, നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെയെല്ലാം പോയി നോക്കുന്നു. അമ്മേനെ കാണുന്നില്ല. ഫൈനലി ഞങ്ങൾ അമ്മേനെ കാണുന്ന വീഡിയോ ആണ് ഇതിൽ നിങ്ങൾക്ക് അമ്മേനെ കാണാൻ പറ്റും. ഞങ്ങൾ പിന്നെ ആ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ്, കുറേ നല്ല വിശേഷം കാണുന്നത്, അല്ലെങ്കിൽ എപ്പോഴും വെക്കേഷനിൽ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് മംഗലാപുരത്തേക്കാണല്ലോ, മാംഗ്ലൂരാണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം പോയിട്ടുണ്ടായില്ല. അപ്പം അമ്മേനെ കാണുന്ന ആ ഒരു ഇതിൽ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ഇതിലിപ്പോൾ നിങ്ങൾ കാണും ഒരു അമ്മയെ എവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ചെയ്തത് ഞാനായിരുന്നു, ഒരു ചുവന്ന ടോപ്പൊക്കെ ഇട്ട് വെച്ചിട്ട്. ഇനിയുള്ള വീഡിയോ എല്ലാം വീട്ടിൽ ചെന്നതിന് ശേഷം. ഇങ്ങനെ വരിയുന്നു വേറെന്തുവാ ഇപ്പൊ എന്താകും. അത് വേണം മസാല പിടിക്കും. മസാല സോ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി വെച്ചിട്ട് ചിക്കൻ മസാല പുരട്ടിയിട്ട് ഞാൻ വെച്ചതെല്ലാം അമ്മ വെച്ചിട്ടു. പിന്നെ അടുത്തത് പന്നി. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങയും വെളുത്തുള്ളിയും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓയില് വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ ഇപ്പൊ കുറച്ച് കറിവേപ്പില, തേങ്ങ കൊത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് മൂത്തിട്ടൊക്കെ വരട്ടെ. അപ്പത്തേക്ക് അടുത്ത ഇത് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ആക്ച്വലി ഞാനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇപ്പം മല്ലിപ്പൊടി ഇടുന്നത് അല്ലേ. ഇപ്പം ഇങ്ങനത്തെ ഏത് പൊടി ഇടുന്നു? അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ആയാലും കുഴപ്പമില്ല. എടുക്കുന്നുണ്ടോ? 2.25 സ്പൂൺ മുളക് പൊടി നമ്മൾ അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇതെങ്കിലും എനിക്ക് തരൂ. ഞാൻ അപ്പം രമിക്ക് ഭയങ്കര വന്നപ്പോഴാണ് രമി തന്നെ എല്ലാം അടിച്ചു. പിന്നെ ഞാനങ്ങ് അനുവദിച്ചു കൊടുക്കും. ഇതിലെന്നെ മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിലിരിക്കുന്ന ആളെ കാണാൻ പറ്റുന്നുള്ളൂ. കണ്ടോ ഞാൻ നന്നായിട്ട് മസാലയെല്ലാം ഇട്ടേച്ചിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം എണ്ണയിലിരുന്നിട്ട് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞ് വെച്ചിട്ട് നെക്സ്റ്റ് എന്താ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ രുചി വന്നിട്ടുണ്ടോ നോക്കട്ടോ ഗായ്സ്. ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഉണ്ട്. ഉണ്ടാക്കൽ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ വീട്ടിൽ എല്ലാവരും പന്നി വെച്ച് കഴിക്കാറ്. പക്ഷെ ഇവിടെ ആരും കഴിക്കില്ല. ഒരാൾ മാത്രമേ കഴിക്കത്തുള്ളൂ. അതാരാന്ന് ഞാൻ പറയില്ല. ഉണ്ടാക്കുന്ന ആൾ മെയിനായിട്ട് കഴിക്കില്ല. അത് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തു.
ചിക്കൻ മാർക്കറ്റ് ഞാൻ കോരി ഇടട്ടെ. അപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വീഴും. ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി കുറച്ച് ലിപ്സ്റ്റിക് ഇത് നമ്മുടെ ആ ഫേസിനൊരു ഗ്ലോ കിട്ടും. ഓ, വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പാചകം ചെയ്യാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനത്തെ ഫുഡില് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങളുടെ ഇവിടെ മെയിനായിട്ട് എപ്പോഴും അയ്യോ ഇതിപ്പോ താഴെ പോയിനായിരുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാമറ കണ്ടത് നമ്മ തിരിഞ്ഞങ്ങി പോകും. വാ, അപ്പൊ നമ്മള് കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വിസിലടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഒരു വിസില് ഞങ്ങള് നോക്കി, പക്ഷെ അത് നന്നായിട്ട് വെന്തതുപോലെ തോന്നാനായിട്ട് വീണ്ടും 2-3 വിസിലടിച്ചു എക്സ്ട്രാ. അപ്പോ പന്നി ഇറച്ചി ആരെങ്കിലും കഴിക്കാത്തതുണ്ടോ? ഇപ്പൊ എല്ലാം ഉള്ള ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ടേസ്റ്റ് പോലും നോക്കത്തില്ല, കാരണം താല്പര്യമില്ല. ഞാൻ ടേസ്റ്റ് നോക്കും, പക്ഷെ കഴിക്കുന്നത് ഞാനാണ് നിങ്ങൾ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യും. പക്ഷെ ഞാൻ പറയില്ല ആരെ കഴിക്കുന്നത്. അയ്യോ, ആന കരിമീൻകാട്ടിൽ കയറിയത് പോലെയാണ് രമി കയറിയത്. അത് അമ്മയും പറഞ്ഞു, പുറകെ നിൽക്കുന്നവർ അങ്ങനെയാണ്. എരിച്ചിരി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോകുന്ന രവി, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയവര് ടേസ്റ്റ് എങ്കിലും ചെയ്യണം. ടേസ്റ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നോ ടേസ്റ്റ് ചെയ്ത് യു ഡോണ്ട് വാണ്ട് ടു കഴിക്കാൻ. പക്ഷെ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ പീസ് എന്നെ കൊണ്ട് കഴിപ്പിക്കുവാണ്. യൂട്യൂബ് ബ്രൂട്ടസ്. എന്നാൽ ആരായിരിക്കും ഇത് കഴിക്കുന്നത്? ആ വരട്ടല്ലുണ്ടല്ലോ, പീസ് സഹിതം തെറിച്ചു പോയി. അതെന്തൊരു വരട്ടലാണ്. അത് പറയില്ല. കുരുമുളക് പൊടി എന്തിനാ? കറക്റ്റ് ഗുണം കഴിഞ്ഞോ? ഇതിന് ഇങ്ങനെ ആക്കണ്ട, ആക്കണോ? അപ്പൊ നമ്മുടെ കറിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോയും ഇതിന് മുന്നത്തെ കുറച്ച് വീഡിയോയും എല്ലാം കൂടി ഒരുമിച്ചൊരു വീഡിയോയ്ക്ക് നമ്മൾ ഇടുന്നു. ഇറ്റ്സ് ഗുഡ്. ചിക്കന്റെ ടേസ്റ്റ് ശരിക്കും തോന്നി. ഈ ഗ്രാമ്പൂന്റെയും മറ്റേ അതൊക്കെ ഇട്ടത് കൊണ്ട് ആ ഒരു സ്മെല്ല് വരില്ല. ഓക്കെ ഓക്കെ. ഇതിന് മുന്നല്ല നമ്മൾ കുറച്ച് വീഡിയോ ക്ലിപ്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടുതലെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒറ്റ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ വന്നത് വേറൊരു പർപ്പസിന് ആവശ്യമായത് കൊണ്ട് നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല. പോകുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നതായിരിക്കും. ബൈ.